ഇന്ന് ന്യൂസ് ആംഗിൾ വിശകലനം ചെയ്യുന്ന വാർത്ത CPIഎമ്മിന്റെ ജില്ലാ നേതൃയോഗങ്ങൾ പുരോഗമിക്കുകയാണ്. എല്ലായിടത്തും ഉയരുന്നത് പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ഉന്നം വെച്ചുള്ള രൂക്ഷ വിമർശനങ്ങളുമാണ്. ഇരുവരും ഇപ്പോഴുള്ള സ്ഥാനങ്ങളിൽ നിന്ന് മാറണമെന്ന ആവശ്യവും ശക്തമാക്കുന്നുണ്ട് അംഗങ്ങൾ. പരാജയം ആദ്യമല്ലെന്നും തിരിച്ചു വരുമെന്നും നേതാക്കൾ ആവർത്തിക്കുമ്പോൾ അണികൾ അത് ഉൾക്കൊള്ളുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഉൾപാർട്ടി ചർച്ചകളിൽ പൊള്ളുകയാണോ CPIഎം? ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നു. വിവരങ്ങളുമായി വിശകലനങ്ങളുമായി നിഖിൽ അളവൂർ തത്സമയം ചേർന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഇതിൽ ഈ പറഞ്ഞത് തന്നെയാണ്, കാരണം കേരളം അങ്ങോളം ഇങ്ങോളം ചേർന്ന ഈ ജില്ലാ നേതൃയോഗങ്ങളിലും സെക്രട്ടേറിയറ്റ് യോഗത്തിലും അതേപോലെ മുഴുവൻ യോഗങ്ങളിലുമൊക്കെ പരാജയത്തിന് ശേഷം CPIഎം ചേർന്ന എല്ലാ യോഗങ്ങളിലും നേതൃത്വത്തിനെതിരെ അണികൾ ഉയർത്തുന്നത് അതിരൂക്ഷ വിമർശനമാണ്. അത് നേതൃത്വത്തിനെതിരെ എന്ന് പറയുമ്പോൾ നേതൃതലത്തിൽ ആ പാർട്ടിയെ നയിച്ച നേതാക്കൾക്കെതിരെ കുന്തമൂന പോകുന്നത് പിണറായി വിജയനിലേക്കും MV ഗോവിന്ദനിലേക്കും തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ കണ്ണൂരിലെ ഒരു പരിപാടിയിൽ പിണറായി വിജയൻ പറയുകയുണ്ടായി, ഈ പാർട്ടി ഒരിക്കലും തകരില്ല, തിരിച്ചു വരും. ഇതിലും വലിയ തകർച്ച നേരിട്ടിട്ടിരുന്നു, അന്നൊന്നും തകർന്നില്ലല്ലോ, ഇനിയും തിരിച്ചു വരുമെന്ന് പറയുന്നു. ഇപ്പോൾ പണ്ടത്തെ പാർട്ടിയല്ല, പാർട്ടി കോട്ടകൾ എന്ന ഒരു സങ്കല്പമേ ഇല്ലാതായ ഒരു പാർട്ടിയാണ്. മാത്രവുമല്ല, നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ സഖാക്കൾക്ക് അനുവാദവും കിട്ടിയിട്ടുണ്ട്. ആ അനുവാദം കിട്ടിയതിന് ശേഷം സഖാക്കളെല്ലാം നേതൃത്വത്തിനെതിരെ ആഞ്ഞ് വിമർശിക്കുന്നതുമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ തിരിച്ചു വരുമെന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവായി പാർട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് പിണറായി വിജയനെ തന്നെയാണ്. അതിനെതിരെയും വിമർശനമുണ്ട്. അപ്പം ഈ കോട്ടകൾ തകരാനുള്ള കാരണം അത് ഇടത് മുന്നണിക്കെതിരെയോ അതല്ലെങ്കിൽ ഒരു സർക്കാർ വിരുദ്ധതയോ അല്ല, അതിലും അപ്പുറം നേതൃത്വത്തിനെതിരായ വിമർശനമാണ്. അതായത് പിണറായി വിജയനും MV ഗോവിന്ദനും എതിരായ മനോവികാരമാണ് എന്നുള്ളത് അണികൾ തന്നെ നേതൃയോഗങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരിച്ചുവരവ് എത്ര കണ്ട് യാഥാർത്ഥ്യമാകും? ഇപ്പോൾ നിലവിൽ പാർട്ടികളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് നിഖിൽ? സേതു, ഏതായാലും CPIഎം തിരിച്ചു വരും എന്ന കാര്യത്തിൽ ഏതായാലും അതിൻ്റെ അണികൾക്കടക്കം ഒരു തർക്കവുമില്ല. അത് ഈ നേതാക്കൾ പറയുന്നത് പോലെ അത്ര ആത്മവിശ്വാസത്തോടെ അല്ല എങ്കിൽ പോലും തിരുത്തി കഴിഞ്ഞാൽ തിരിച്ചുവരവുണ്ടാകും എന്ന് തന്നെ CPIഎമ്മിൻ്റെ അണികൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ കാലത്തൊക്കെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു. മൂന്നാം തവണയും CPIഎമ്മിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ LDFൻ്റെ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ CPIഎം എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാകും എന്ന ഒരു വ്യാപക രീതിയിൽ അത്തരത്തിലുള്ളൊരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ച നടന്നപ്പോൾ CPIഎമ്മിൻ്റെ നേതാക്കളൊക്കെയും പറഞ്ഞിരുന്നത് ഇത് UDFൻ്റെ തന്ത്രമാണ്, അതല്ലാതെ CPIഎം തകരാൻ പോകുന്നില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ CPIഎമ്മിൻ്റെ അണികളിൽ ഈ ചിന്ത ഉണ്ടായിരുന്നു എന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ സംരക്ഷിക്കണം, പാർട്ടി നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള പാർട്ടി അംഗങ്ങളും അനുഭാവികളും CPIഎമ്മിനൊപ്പം മനസ്സുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അങ്ങനെയെങ്കിൽ അവരെ വീണ്ടും പാർട്ടിയിലേക്ക് അടുപ്പിക്കാനും പാർട്ടിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന സംഘടനാ സംവിധാനം, അതിൻ്റെ സംഘടനാ ദൃഢത അത് തിരിച്ചു കൊണ്ടുവരാനോ സാധിക്കണമെങ്കിൽ തിരുത്ത് അനിവാര്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സേതു പറഞ്ഞതുപോലെ ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്ന കാര്യം CPIഎം അത് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും അത് എത്രത്തോളം ഫലപ്രദമായിട്ടുണ്ട് അതിൻ്റെ ഘടകങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ എന്ന സംശയം എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിനകത്താണെങ്കിൽ ഉൾപാർട്ടി ജനാധിപത്യം കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണ്, CPIഎമ്മിൽ അത് കുറഞ്ഞതിൻ്റെ പ്രശ്നം അവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ പരാജയത്തിന് പിന്നാലെ പറഞ്ഞത് എല്ലാവർക്കും എല്ലാ അഭിപ്രായങ്ങളും തുറന്നു പറയാനുള്ള അവസരമുണ്ടാകും എന്നുള്ളതാണ്. ആ അവസരം ലഭിച്ചതോടുകൂടി പക്ഷേ ഏതായാലും പാർട്ടിയെ നയിച്ച സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെയും വലിയ വിമർശനങ്ങൾ എല്ലാ ജില്ലാ നേതൃയോഗങ്ങളിലും ഉയരുന്നു എന്നുള്ളതാണ്. അതിലവർ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുള്ള വിമർശനമുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ധാർഷ്ട്യം എന്ന് പറയുന്ന പ്രയോഗം കൃത്യമായി എല്ലാ ജില്ലാ കമ്മിറ്റികളിലും നേതൃത്വത്തിനെതിരെ വരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പെരുമാറ്റ രീതി, സംസാര ശൈലി, ഇതെല്ലാം പറഞ്ഞു പോകുമ്പോൾ ജനങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സർക്കാരിനെ നയിക്കുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയുമെല്ലാം ജനങ്ങളിൽ നിന്ന് അകന്നു എന്നൊരു വിമർശനം ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റികളിലും ജില്ലാ സെക്രട്ടേറിയറ്റുകളിലും എല്ലാം തന്നെ ഉയരുന്ന ഒരു സാഹചര്യം വരുന്നു. CPIഎം ഏതായാലും തിരുത്തിൻ്റെ പാതയിലേക്ക് പോകുന്നു, ഈ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത്
ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഈ ജില്ലാ ഘടകങ്ങളിലുള്ള ഈ വിമർശനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. ഇനി താഴെത്തട്ടിലേക്ക് ഏരിയ ഘടകങ്ങളിലേക്കും ലോക്കൽ ഘടകങ്ങളിലേക്കും ബ്രാഞ്ച് തലത്തിലേക്കുമൊക്കെ ഈ കാര്യങ്ങൾ പോകുമ്പോൾ ഇതിനേക്കാൾ രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങൾ വരും. അത് ഒരുപക്ഷെ ഈ സംസ്ഥാന നേതൃത്വത്തിനെതിരെ മാത്രമല്ല, പ്രാദേശികമായി ഉണ്ടായ വിഷയങ്ങൾ അടക്കം ചർച്ചയാകുന്ന സാഹചര്യമുണ്ടാകും. പക്ഷേ ഈ പറയുന്ന താഴെത്തട്ടിൽ പറയുന്ന കാര്യങ്ങൾ, കീഴ്ഘടകങ്ങളിലെ കാര്യങ്ങൾ എത്ര കണ്ട് മുകളിലേക്ക് കാരണം ഇപ്പോഴത്തെ വിമർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പാർട്ടി എത്ര കണ്ട് മെച്ചപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സഖാക്കൾക്കൊക്കെയും അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇപ്പൊ ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞില്ല, പക്ഷെ ഇനി നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പാർട്ടി സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ഒക്കെ അനുവാദം കൊടുത്തു. അങ്ങനെ കണക്കിന് വിമർശിക്കുകയാണ് നേതൃത്വത്തിനെതിരെ. ഈ വിമർശനങ്ങളൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ്. ഇപ്പം വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനം പിണറായി വിജയനെതിരെയും അതേപോലെ തന്നെ MV ഗോവിന്ദനുമെതിരെയാണല്ലോ. പക്ഷേ പിണറായി വിജയൻ തന്നെയാണ് അടുത്ത 5 വർഷവും ഇനിയിപ്പോൾ പ്രതിപക്ഷ നിരയെ നയിക്കാൻ പോകുന്നതും. അപ്പം ഈ വിമർശനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാവുമോ അദ്ദേഹം ഇനി ഒരു പുതിയ പിണറായി വിജയൻ, അങ്ങനെ ആയിരിക്കുമോ അദ്ദേഹം ഇനി സഭയിലേക്ക് വരിക, ഈ അംഗങ്ങളെയൊക്കെയും നയിക്കുക എന്നുള്ളതും നമുക്ക് കണ്ടറിയണം. ഒപ്പം തന്നെ ഇനിയിപ്പോൾ ഒരു നേതൃമാറ്റവും ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളതും നോക്കി അറിയാം. പക്ഷേ കഴിഞ്ഞ ദിവസം ജനറൽ LDF കൺവീനർ പറഞ്ഞത് നേതൃമാറ്റത്തിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ്. അപ്പം നോക്കാം എന്താകും. അണികൾ പറയുന്നത് കേട്ട് പാർട്ടി തിരുത്തപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്.